Gate number 1, attraction. Are the people finding you? ആളുകൾ നിങ്ങളെ തേടി വരുന്നുണ്ടോ? ഈ ആള് വരുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളിൽ കുറെ പേര് യെസ് പറഞ്ഞു. അവരോട് എന്റെ ചോദ്യം, ഹൂ എക്സാക്ട്ലി ഈസ് കമ്മിങ് ത്രൂ യുവർ ഡോർ? നമ്മുടെ ഡോറിലൂടെ ആള് വരുന്നു എന്ന് പറഞ്ഞു. ആരാണ് ശരിക്കും വരുന്നത്? നിങ്ങൾക്ക് ഇന്ന് നിലവിലുള്ള കസ്റ്റമേഴ്സ് അവര് ഒരു ലോ പേയിങ് കസ്റ്റമർ ആണോ? എപ്പോഴും ഭയങ്കര ഡിമാൻഡ് ഉള്ള, അവർക്ക് ഭയങ്കര ഡിമാൻഡിങ് ആണ്, നെഗോസിയേഷൻ, ബാർഗെയിനിങ് ആണ്. അതുപോലെ തന്നെ പേയ്മെന്റ് തരാൻ ഭയങ്കര സ്ലോ ആണ്, എപ്പോഴും ഡിസ്കൗണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ യു ഹാവ് എ ബിഗ് പ്രോബ്ലം. അട്രാക്ഷൻ അല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ മാർക്കറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന റെപ്യൂട്ടേഷൻ, ഐഡന്റിറ്റി പ്രോബ്ലം ആണ് നിങ്ങൾക്ക് ആള് വരുന്നുണ്ട്, പക്ഷെ വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കസ്റ്റമർ അല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പേയ്മെന്റ് തരുന്നില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നില്ല എന്ന് ഇവന്മാരെ കൊണ്ട് തലവേദന. എങ്കിൽ ഡോറ് തുറന്നിട്ടപ്പോൾ ആള് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളുടെ ഐഡന്റിറ്റി, റെപ്യൂട്ടേഷൻ. ഇങ്ങനെയുള്ളവന്മാരെയും വെച്ചോണ്ട് എക്സ്പാൻഷനിലേക്ക്, ഡോർ വേണമെങ്കിൽ ഞാൻ തുറന്നു തരാം, ഗേറ്റ് തുറന്നു തരാം, അട്രാക്ട് ചെയ്യുന്നുണ്ടല്ലോ, ഉണ്ട്, ഗേറ്റ് തുറന്നു തരാം. പക്ഷെ ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ വെച്ചോണ്ട് എക്സ്പാൻഷനിലേക്ക് പോയാൽ തീർന്നു. കാരണം നെവർ ട്രൈ ടു എക്സ്പാൻഡ് യുവർ ബിസിനസ് വിത്ത് റോങ് ക്ലയൻസ്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്കുള്ള സമ്പാദ്യം മുഴുവൻ നശിക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗം ഇതാണ്, trying to expand with the wrong customer. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അട്രാക്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതിന്റെ പേരാണ് അവതാർ. അവതാർ, കസ്റ്റമർ അവതാർ എന്ന് പറയും. കസ്റ്റമർ അവതാർ. കസ്റ്റമർ അവതാർ, ഇത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ കസ്റ്റമർ അവതാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് എൻ്റെ കസ്റ്റമർ? ഞാൻ ആഗ്രഹിക്കുന്ന ഡ്രീം കസ്റ്റമർ ആരാണ്? ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് മുഴുവൻ ബിസിനസ് ഓണേഴ്സിനെ മാത്രമാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യം, നിങ്ങൾ ഒരു ബിസിനസ് ഓണർ ആണോ? ആദ്യം തന്നെ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് പറയാണ്, യു ആർ നോട്ട് മൈ ക്ലയന്റ്. മലയാളം അറിയത്തില്ലെങ്കിൽ ഈസ് നോട്ട് മൈ അവതാർ. കാരണം ഞാൻ 2030 വരെ ടാർഗറ്റ് ചെയ്യുന്നത് ഗ്ലോബൽ മലയാളി ബിസിനസ് ഓണേഴ്സിനെ മാത്രമാണ്. സോ രണ്ടാമത്തെ ചോദ്യം, ബിസിനസ് ഓണർ ആയിട്ട് കാര്യമില്ല, മലയാളം മനസ്സിലാകുമോ? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 2. മൂന്നാമത്തെ ചോദ്യമാണ്, ആർ യു കോച്ചബിൾ? എനിക്കെല്ലാം അറിയാം എന്ന ഭാവത്തോടു കൂടിയാണോ വന്നിരിക്കുന്നത്? എല്ലാം അറിയാമെങ്കിൽ പിന്നെന്തിനാ എൻ്റെ ആവശ്യം? അൺലൈൻ ചെയ്തിട്ട് കമത്തിക്കേ, ഇത് കമത്താൻ തയ്യാറായിട്ടുള്ള, അത് കമത്തിയിട്ട് നൂത്ത് വെക്കാൻ തയ്യാറായിട്ടുള്ളവരാണെങ്കിൽ എൻ്റെ മനയിലേക്ക് സ്വാഗതം. ഒരു കമ്മ്യൂണിറ്റിയിൽ വന്ന് എങ്ങനെ മറ്റുള്ളവരുടെ കൂടെ നിന്ന് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം കാണാൻ പറ്റുന്ന, ഗോസിപ്പ് പറയാത്ത, മറ്റുള്ളവരെ കുറ്റം പെടുത്താത്ത, മാറിയിരുന്ന് കൊതിയും നുണയും പറയാത്ത ഒരാളാണോ നിങ്ങൾ? എങ്കിൽ യു ആർ മൈ അവതാർ. നിങ്ങൾക്കൊരു പോസിറ്റീവ് ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ യു ആർ മൈ അവതാർ. അത് നിങ്ങൾ കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തെവിടെയും ബിസിനസ് ചെയ്യുന്ന മലയാളി ആയിക്കോട്ടെ, ഈ ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ട് എങ്കിൽ വെൽക്കം. നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെങ്കിൽ, നല്ലൊരു മനസ്സിനുടമയാണെങ്കിൽ വെൽക്കം. ഒരു നല്ല മനുഷ്യനാണെങ്കിൽ വെൽക്കം, യു ആർ മൈ അവതാർ. നിങ്ങൾ കോച്ചബിൾ ആണെങ്കിൽ, നിങ്ങൾക്കൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഓക്കെ, അതിൻ്റെ അകത്ത് എൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന പോരായ്മയുണ്ട്, അത് തിരുത്തണം എന്നതായിരിക്കണം മനോഭാവം. അല്ലാതെ എൻ്റെ പകുതി പ്രായമില്ല, എൻ്റെ ബിസിനസിന്റെ എക്സ്പീരിയൻസിന്റെ അത്രയും പ്രായമില്ലാത്തവൻ വന്നു നിന്നിട്ട് എന്നെ ഏതാണ്ട് ഉപദേശിക്കും, ആ ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ യു ആർ നോട്ട് മൈ അവതാർ. സോ ഇങ്ങനെയുള്ള ആളുകൾ എന്നെ തേടി വരുന്നുണ്ട് എങ്കിൽ എൻ്റെ അട്രാക്ഷൻ, എൻ്റെ മാർക്കറ്റിംഗ് ഈ സക്സസ്ഫുൾ. സോ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ അവതാർ
ആരാണ്? ഹൂ ഈസ് യുവർ ഐഡിയൽ കസ്റ്റമർ? അവരെങ്ങനെ ഇരിക്കും? എന്താണ് അവരുടെ ലൈക്ക്? അവർക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയാണ്? അവരുടെ ഇഷ്ടക്കേടുകൾ എന്തൊക്കെയാണ്? അവരെവിടൊക്കെയാണ് ഉള്ളത്? അവരേതൊക്കെ യൂട്യൂബ് ചാനലാണ് കാണുന്നത്? അവര് ഏതൊക്കെ മാഗസിനുകളാണ് വായിക്കുന്നത്? അവരേതൊക്കെ വെബ്സൈറ്റുകളാണ് കാണുന്നത്? അവരെവിടൊക്കെയാണ് വെക്കേഷന് പോകുന്നത്? അവരെവിടൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത്? ആരൊക്കെയാണ് അവരുടെ ഫ്രണ്ട്സ്? ഏതൊക്കെ കമ്മ്യൂണിറ്റിയിലാണ് അവരുള്ളത്? ഏതൊക്കെ നെറ്റ്വർക്കിങ്ങിൽ അവരുണ്ട്? നിങ്ങൾക്കറിയുമോ? ഞാൻ എൻ്റെ അഡ്വർടൈസ്മെന്റ് ഇട്ടിരിക്കുന്നത് വന്ദേ ഭാരതിലും ജനശതാബ്ദിയിലും ഏറനാട് എക്സ്പ്രസിലും സിയാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഫ്രണ്ടിലും കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിന്റെ ഫ്രണ്ടിലും തിരുവനന്തപുരത്തും തൃശ്ശൂരും ബിസിനസ് ഹബ്ബുകളിലാണ്. ബിസിനസ്സുകാർ വരുന്ന സ്ഥലത്താണ് എൻ്റെ ഫ്ലെക്സും ആഡും ട്രെയിനും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് ഫോബ്സിന്റെ അകത്താണ്. എൻ്റെ ഫീച്ചർ വരുന്നത് യുണീക് ടൈംസിലാണ്. എൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് ബിസിനസ് ഓണേഴ്സ് വായിക്കുന്ന മാഗസിന്റെ അകത്താണ്. എന്തുകൊണ്ടാണ് അതിൻ്റെ അകത്ത് വരുന്നത്? ഐ നോ വാട്ട് യു റീഡ്. നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്കറിയാം നിങ്ങൾ ഏതൊക്കെ സമയത്ത് യൂട്യൂബ് കാണും എന്ന്, നിങ്ങളിൽ ആരൊക്കെ ഇൻസ്റ്റാഗ്രാം കാണും എന്ന്, നിങ്ങളിൽ ആരൊക്കെ ഫേസ്ബുക്ക് കാണും എന്ന്, ആ ഫേസ്ബുക്കിൽ നിങ്ങൾ എന്തൊക്കെ വീഡിയോസ് കാണുമെന്ന് നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്കറിയാം. കാരണം എങ്കിൽ മാത്രമേ ആ വീഡിയോയ്ക്ക് മുന്നേ എൻ്റെ പരസ്യം ഇടാൻ എനിക്ക് സാധിക്കൂ. നിങ്ങൾ മറ്റൊരു ട്രെയിനറുടെ വീഡിയോ കാണാൻ കയറുമ്പോൾ ആദ്യം എന്നെ കണ്ടിട്ടേ കയറൂ. അതാണ് മാർക്കറ്റിംഗ്. അങ്ങനൊരു മാർക്കറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഹൂ ഈസ് യുവർ അവതാർ?